ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 25-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന വചനഭാഗം മർക്കോസ് സുവിശേഷത്തിലെ 3 പീഡാനുഭവ പ്രവചനത്തിലെ 2ാമത്തെ പ്രവചനമാണ്. ഒരു യാത്രയുടെ ചട്ടക്കൂടിലാണ് 8-ാം അധ്യായം 27 മുതൽ 10-ാം അധ്യായം 52 വരെയുള്ള ഭാഗം മർക്കോസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. യാത്രയുടെ ആരംഭത്തിൽ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നാം കണ്ടു. അതിനുശേഷം യേശു തന്റെ ജെറൂസലേം യാത്ര തുടരുകയാണ്. മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം കുരിശ് കേന്ദ്രീകൃതമായ യാത്രയുടെ പരിസമാപ്തിയാണ്. യാത്രാമധ്യേ യേശു തന്റെ പീഡാനുഭവത്തിന്റെ ആദ്യ പ്രവചനം നടത്തി. ജെറുസലേം യാത്ര പുരോഗമിക്കുമ്പോൾ വീണ്ടും ശിഷ്യരോട് പീഡാനുഭവത്തെക്കുറിച്ച് യേശു പ്രവചിക്കുകയാണ്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള ആദ്യ പ്രവചന ശൈലി തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ 2ാമത്തെ പീഡാനുഭവ പ്രവചനത്തിലും യേശു അവലംബിക്കുന്നത്. പീഡാനുഭവ വിവരണം, ശിഷ്യർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ, ഉദ്ബോധനം. എന്നിരുന്നാലും പീഡാനുഭവത്തെ കുറിക്കുന്ന ആദ്യ പ്രവചനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹ്രസ്വ വിവരണ രീതിയാണ് 2ാമത്തേതിൽ കാണുന്നത്. സംക്ഷിപ്തമായ ഈ വിവരണത്തിൽ മനുഷ്യപുത്രന്റെ ആദ്യ ഘട്ടത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ 3 ഘടകങ്ങൾ നമുക്ക് കാണാം. 1, ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. 2, ദാരുണമായ അന്ത്യം. 3, ഉദ്ധാനം. മേൽ പറഞ്ഞ സൂചനകളിൽ 1ാമത്തേത് കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കാവുന്നതാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. ഈ ഘടകത്തിലെ മനുഷ്യപുത്രൻ, മനുഷ്യർ എന്ന പദപ്രയോഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യത ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മനുഷ്യപുത്രന്റെ പീഡാനുഭവം ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അപ്രകാരമെങ്കിൽ മനുഷ്യർ എന്ന വിഭാഗത്തിന് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ പ്രസക്തമായ പങ്കില്ല. മനുഷ്യർ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ദൈവിക രക്ഷാകര പദ്ധതിയുടെ വെളിച്ചത്തിൽ മാത്രമേ മനുഷ്യപുത്രന്റെ പീഡാനുഭവം, മരണം എന്നീ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പീഡാനുഭവത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനം ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദുർഗ്രാഹ്യമായി നിലകൊള്ളുന്നുണ്ട്. ആദ്യ പ്രവചനത്തിലും നാം അത് കണ്ടു. ഈ പ്രവചനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുവാൻ വേണ്ടി യേശുവിനോട് ആരായുവാൻ അവർക്ക് ഭയമായിരുന്നു. യേശുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന അവസരങ്ങളിലും ഭയമെന്ന വികാരമാണ് ശിഷ്യരെ നയിക്കുന്നത്. ഉദാഹരണം 6-ാം അധ്യായം 50 മുതൽ 51 വരെ വാക്യങ്ങൾ. യേശുവിന്റെ വ്യക്തിത്വത്തോടും അതിലടങ്ങിയിരിക്കുന്ന ക്രിസ്തുത്വത്തോടുമുള്ള ഭയഭക്തി, ബഹുമാനമായിരിക്കാം പീഡാനുഭവ പ്രവചനത്തിൽ ശിഷ്യരെ നയിക്കുന്നത്. തുടർന്ന് ശിഷ്യർക്കിടയിൽ അരങ്ങേറിയ സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള തർക്കത്തിലും യേശുവിന്റെ പീഡാനുഭവ പ്രവചനത്തോടുള്ള അവരുടെ അജ്ഞത നിഴലിക്കുന്നുണ്ട്. ജെറുസലേമിലേക്കുള്ള വഴിയിൽ, അതായത് പീഡാനുഭവത്തിന്റെയും കുരിശിന്റെയും വഴിയിൽ ശിഷ്യർ യേശുവിനോടൊപ്പം ആയിരിക്കേണ്ടവരാണ്. എന്നാൽ അവർ തങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് വ്യഗ്രത കാട്ടുന്നത്. ഈ അവസരത്തിൽ യഥാർത്ഥ മഹത്വത്തിന്റെ അർത്ഥമെന്തെന്ന് യേശു ശിഷ്യരെ അസാധാരണമായ രീതിയിൽ പഠിപ്പിക്കുന്നു. ഗുരുവെന്ന നിലയിൽ ഉയർന്ന ഒരു പീഠത്തിൽ ഇരുന്ന ശേഷം യഹൂദ റബ്ബിമാരുടെ ആചാരപ്രകാരം
തൻ്റെ ശിഷ്യരെയെല്ലാം അടുത്തു വിളിച്ച് യേശു തുടരുന്നത് ഇപ്രകാരമാണ്: ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം. യേശുവിൻ്റെ ഈ പ്രബോധനത്തിൽ വ്യക്തമാകുന്നത് ലൗകികമായ അധികാരമോ സ്ഥാനമാനങ്ങളോ അല്ല, വിനയാനീതമായ സേവനത്തിലാണ്, അതായത് ശുശ്രൂഷയിലാണ് യേശു ശിഷ്യരുടെ യഥാർത്ഥ മഹത്വം കൈവരുന്നത്. യഥാർത്ഥ മഹത്വത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനം വിശദീകരിക്കാൻ യേശു അവരുടെ മധ്യത്തിലേക്ക് ഒരു ശിശുവിനെ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ കാലത്തെ ചുറ്റുപാട് ശിശുക്കൾക്ക് പ്രത്യേക സ്ഥാനമോ പ്രാധാന്യമോ കൊടുത്തിരുന്നില്ല. അധികാരവും പദവിയും ആഗ്രഹിക്കാത്തവരാണ് ശിശുക്കൾ. യേശു വിഭാവന ചെയ്യുന്ന മഹത്വത്തിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് ശിശു. അരമായ ഭാഷയിൽ ശിശു എന്നതിന് സേവകൻ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ യേശു ഇതിനു മുൻപ് നൽകിയ ശുശ്രൂഷയുടെ പ്രബോധനം ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. യഥാർത്ഥ ശിഷ്യർ അവരുടെ മഹത്വം കണ്ടെത്തേണ്ടത് സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ ശിശു സഹജമായ ഹൃദയത്തോടെ എല്ലാവർക്കും സേവനം ചെയ്യുന്നതിലൂടെയാണ്. ഇതാണ് ശിശു എന്നതുകൊണ്ട് സൂചകമാകുന്നത്. എവിടെയും അധികാരവും അംഗീകാരവും മാത്രം അന്വേഷിക്കുന്നവർക്ക് ഒട്ടും ദഹിക്കാത്ത സേവന ഔത്സുക്യമാണ് ശിഷ്യത്വത്തിന്റെ മാനദണ്ഡം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ യേശു ശിഷ്യർ ശിശുവിനെ പോലെ പരിത്യാഗികളാകണം, ശിശുവിന്റെ മാനസിക അവസ്ഥയുള്ളവരാകണം. അത്തരം ശിഷ്യരാണ് യേശുവിന്റെ പ്രതിപുരുഷർ. അവർ അവിടത്തേക്ക് സ്വന്തമാണ്. ഈ ശിഷ്യരെ അല്ലെങ്കിൽ ശിശുക്കളെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നവർ യേശുവിനെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ യേശു പുതിയ മാനദണ്ഡങ്ങൾ നൽകുകയാണ്. നിലവിലുള്ള സംസ്കാരത്തിന് പകരമായി ഒരു പ്രതിസംസ്കാരത്തിന് യേശു രൂപം നൽകുന്നു. നൈമിഷികമായവയ്ക്ക് പ്രാധാന്യം നൽകി എളുപ്പ വഴികളിലൂടെ വലുതാകാൻ ശ്രമിക്കുന്ന ഇന്നിൻ്റെ ലോക സംസ്കാരത്തിന് എതിരായി ത്യാഗവും കഠിനാധ്വാനവും കുരിശും മഹത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന പ്രതിസംസ്കാരം രൂപപ്പെടുത്താം. കാരണം യേശു ആവശ്യപ്പെടുന്നത് ലോകത്തിൻ്റെ ധാരണയ്ക്ക് വിരുദ്ധമായ ഒരു മൂല്യശ്രേണിയും സ്ഥാനക്രമവുമാണ്. ഏറ്റവും എളിയവരെയും വിനയപൂർവ്വം ശുശ്രൂഷിക്കുന്നവർ മഹത്വമേറിയവരായി മാറും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.